ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തുകയാണ് സിപിഎം. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിൽ ഇടുക്കിയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ സമ്പൂർണ്ണമായിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത്. ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാട്ടി റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചു. ജില്ലാ അതിർത്തിയിൽ കരിങ്കൊടികളുമായ എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറെ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിലേക്കുള്ള യാത്രയിൽ 3 പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധ സൂചകമായി കറുത്ത ബാനറും റോഡിന് കുറുകെ വലിച്ചുകെട്ടി. കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് എസ്എഫ്ഐയുടെ ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇടുക്കിയിൽ മറ്റൊരു വ്യത്യസ്ത വിഷയം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതായത് ഭൂഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർച്ച് LDF നേതൃത്വം നടക്കുന്നുണ്ട്. അതോടൊപ്പം ജില്ലാ ഹർത്താലും നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ പരിപൂർണ്ണ പിന്തുണ, എസ്എഫ്ഐയുടെ പരിപൂർണ്ണ പിന്തുണ ഈ വിഷയത്തിന്റെ അകത്തുമുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വേദിയിലെത്തിയ ഗവർണർ താൻ വെറും റബ്ബർ സ്റ്റാമ്പല്ലെന്ന് പ്രഖ്യാപിച്ചാണ് മടങ്ങിയത്. I am a public servant. I cannot allow my ego to dictate me. Not possible. But on one thing, there is no question of any compromise, and that is law and rules will not be allowed to be bent. പ്രതിഷേധങ്ങളോട് സമചിത്തതയോടെയാണ് ഗവർണർ ഇന്ന് പ്രതികരിച്ചത്. അങ്ങനെയുള്ള ഗവർണറെയല്ല നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. ഡിസംബറിൽ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ നടുറോട്ടിലിറങ്ങി പ്രതിഷേധിച്ച ഗവർണറെ നമുക്ക് ഓർമ്മയുണ്ട്. You allow them to come near Chief Minister's car? Who is the senior officer? These Gundas will rule the roads of the Trivandrum. Bloody criminals. ഇന്നത്തെ പ്രതികരണം പക്ഷേ കൗതുകമുള്ളതായിരുന്നു. ഒരു പ്രതിഷേധവും കൊണ്ട് തന്നെ തടയാനാകില്ല എന്ന് സിപിഎമ്മിനെ അതേ നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. I have already lived. I am already 72. I am living on borrowed times. I feel no threat from anywhere. Have you seen me walking on the road in the market in Kozhikode? Have you seen or not? സമരം കൊണ്ട് ഗവർണർക്ക് മനംമാറ്റമുണ്ടായെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരെയെന്ന് ഗവർണർ പറഞ്ഞു. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ BJP ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗവർണറെന്നും MV ഗോവിന്ദന്റെ വിമർശനം. ഇനിയിപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനെതിരല്ല എന്നാണ്. അത്രയും നന്നായി. നിങ്ങളുടെ സമരം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഗവർണർക്ക് മനമാറ്റം വരുത്താൻ സാധിച്ച സമരമായി ഈ സമരം മാറിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്.